ഇത് മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസമാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നലെ താമസിച്ചത് ഇവിടുത്തെ ചൈന ടൗൺ അല്ലെങ്കിൽ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ബസർ സേനി എന്ന് പറയും. സമയം ഇപ്പൊ രാവിലെ 7 മണി ആയതുകൊണ്ട്, പക്ഷെ നമ്മളവിടുത്തെ ഇതുപോലെ 7 മണി പോലെ നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുട്ടുന്നതും വളരെ ലേറ്റ് ആയിട്ടുണ്ട്. രാത്രി 7 മണി ആയാലും ഇവിടെ അങ്ങനെ കാര്യമായിട്ട് രാത്രി ഉണ്ടാവാറില്ല. 8 മണിയൊക്കെ 8 മണിയൊക്കെ ആവും കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് നേരെ ഇരുട്ടി തുടങ്ങാനായിട്ട്. രാവിലെ 7 മണി ആയതുകൊണ്ട് എന്നാൽ ഇവിടുത്തെ ട്രാഫിക് ലൈറ്റ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക്കും ഒക്കെ 7 മണി, നമ്മുടെ നാട്ടിലൊക്കെ 7 മണിക്ക് ഉള്ള സമയത്തുള്ള ട്രാഫിക്കിനേക്കാളും കൂടുതൽ ട്രാഫിക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറയുന്ന അടിപൊളിയാണ്. ഒരാൾ പോലും അനാവശ്യമായിട്ട് ഹോൺ അടിക്കില്ല. ആളുകൾ നടക്കുന്നത് പോലും ഈ ട്രാഫിക്കിലൂടെ അല്ലാതെ അവർ മാറി നടക്കില്ല. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന് സ്ട്രീറ്റ് ഫുഡിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം രാത്രിയാകുമ്പോഴത്തേക്കും ഒരുപാട് കടകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. രാത്രി തന്നെ വൃത്തിയാക്കും. രാത്രി ഒരു 11 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇതുപോലത്തെ ഈ ബൈക്സ് ഇവിടെ ഉണ്ട്. ഇതുപോലത്തെ ഈ ബൈക്സ് എടുത്തിട്ട് അങ്ങനെ ചില ആളുകളിലൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. പുറയിൽ കാണുന്ന സെൻട്രൽ മാർക്കറ്റ്. അത് 10 മണിയെങ്കിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെൻട്രൽ മാർക്കറ്റ് സിൻസ് അല്ലെങ്കിൽ ബസർ സേനി സിൻസ് 1888 എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുറയിൽ കാണാൻ പറ്റും മെട്രോ റെയിൽ പോയത്. നമുക്ക് ഇവിടെ എങ്ങോട്ടേക്ക് പോകാനായിട്ട് മെട്രോ സർവീസ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. ആ ഒരു റെഡ് മാർക്കറ്റുള്ള പ്ലേസിലാണ്. അവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ പോകാനാണ്. ഇവിടെ കാണാനുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഇതുപോലത്തെ സ്കൈ സ്ക്രാപ്പേഴ്സ് ഉള്ള ഇതാണ്. ഇത് ഇവിടുത്തെ ഫുട്പാത്ത് ആണ്. മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. മഴയാണെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. റോഡാണെങ്കിലും ശരി നല്ല അടിപൊളി റോഡുകളാണ്. സൈഡിലെല്ലാം നല്ല മരങ്ങളൊക്കെ വെച്ച് ഇത് മെയിൻ റോഡുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. അവിടെ ഡിവൈഡറിലെല്ലാം മരങ്ങൾ വച്ചിട്ടുള്ളത് ഈ പുറയിൽ കാണുന്ന ഒരു വലിയ ബിൽഡിംഗ് അതാണ് മെർദേക്ക ടവർ എന്ന് പറയുന്നത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബിൽഡിംഗ് ആണ്. അതായത് ബുർജ് ഖലീഫയാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞാൽ പിന്നെ മെർദേക്ക ടവറാണ് രണ്ടാമത്തേത്. ഇങ്ങോട്ടേക്ക് പോകാനാണെങ്കിൽ ഇവിടെ മെട്രോ സർവീസുകളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഇവിടെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. മെട്രോ ആണെങ്കിൽ മെട്രോ ഉണ്ട്. മോണോ റെയിൽ ഉണ്ട്. പിന്നെ ബസ്സാണെങ്കിലും ധാരാളം ബസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. കോലാലംപൂരിലെ പ്രധാനപ്പെട്ട നദിയാണ് ക്ലാങ് എന്നാണ് ഈ ഒരു നദിയുടെ പേര്. അതാണ് ഇവിടെ റിവർ ഓഫ് ലൈഫ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കാനൊക്കെ നന്നാക്കിയിട്ടുള്ള ഒരുപാട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കുറച്ച് ബസ് സ്റ്റേഷനുണ്ട്. ബസർ സൈഡിൽ ആ ഒരു മെട്രോ സ്റ്റേഷൻ ഇതിന്റെ അപ്പുറത്ത് തന്നെയാണ്. പുറയിൽ കുന്നമരം പൂത്ത് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെയൊക്കെ ഉണ്ട്. വിയറ്റ്നാമിലെ തായ്ലാൻഡിലൊക്കെ കുറച്ച് കുന്നമരങ്ങൾ കാണാം. സെൻട്രൽ മാർക്കറ്റിന് അടുത്തായിട്ട് കാണാനുള്ള മറ്റൊരു സംഭവമാണ് ഇവിടുത്തെ മാരിയമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ മാരിയമ്മൻ ഈ സൈറ്റിൽ കാണുന്ന മാരിയമ്മൻ ക്ഷേത്രം ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന പൂവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലാം ആ ഒരു സൈഡിലെല്ലാം കാണുന്നതെല്ലാം വെജിറ്റേറിയൻ ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. പുറകിലുള്ളതാണ് ഇവിടുത്തെ മാരിയമ്മന്റെ പ്രധാന പ്രതിഷ്ഠ. അല്ലാതെ ഈ സൈഡിൽ നമുക്ക് ചെറിയ പ്രതിഷ്ഠകൾ കാണാൻ പറ്റും. മേളിലൊക്കെ ആണെങ്കിൽ ശരി നല്ല നല്ല ആ ഒരു പെയിന്റിങ്സ് കാണാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ശിവന്റെ ആ ഒരു സ്കൾപ്ചറുണ്ട്. കുറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നല്ല തണുപ്പാണ്. ഇതിന് ഒരു പ്രത്യേക തണുപ്പാണ്. ഇന്ന് ക്ലൈമറ്റും നല്ല തണുപ്പുണ്ട്. ഇതിനകത്തേക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ആ ഒരു ചൂടൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് അമ്പുസ്വാമി പിള്ള എന്ന് പറയുന്ന ഒരു തമിഴ് വംശജരാണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയത്. പിന്നീട് പല സമയത്തായിട്ട് അവർ ഒരുപാട് റെനോവേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് ഏരിയ എന്ന രീതിയിലും കൂടെ ഇത് ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ്. അപ്പം ഈ ചുവരുകളിലെല്ലാം കാണാൻ പറ്റും ഇതുപോലത്തെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെയിൻ ക്ഷേത്രമാണ് മാരിയമ്മൻ എന്ന് പറയുന്നത്. ഇതല്ലാതെ ഉപദേവതാ ക്ഷേത്രമുണ്ട്. ഇതൊക്കെ ഉപദേവതാ ക്ഷേത്രങ്ങളാണ്. നമ്മുടെ സാധാരണ ഇന്ത്യയിലൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് തമിഴ്നാട് ഭാഗത്ത് കാണുന്ന, കേരളത്തിലെ കാണുന്ന ആ ഒരു അമ്പലങ്ങളുടെ അതേ രീതിയിലുള്ള ആ ഒരു പെയിന്റിങ്ങും ആ ഒരു സംഭവമൊക്കെ തന്നെയാണ് ഇവിടെയും കാണാനുള്ളത്. മലേഷ്യയിലെ ഒരു സ്റ്റുഡിയോയാണ്. അവിടുത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഒരു പരസ്യമാണ് കേട്ടോ. മിസ്റ്റർ ബീന്റെ ഒരു കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ഈ ടൂറ് ഡേ ആവുന്നുണ്ട്, നൈറ്റും ഉണ്ട്. സിറ്റി ടൂർ വേണമെങ്കിൽ ഇതുപോലത്തെ ബസ്സിനകത്ത് ഓപ്പൺ ബസ്സിനകത്ത് നമുക്കിരുന്ന് പോകാൻ പറ്റും. അമ്മൻ്റെമ്മലിൽ അവിടെ കുറച്ച് ദൂരം മുമ്പോട്ട് വരുന്ന സമയത്ത് തന്നെ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റില്ല. പഴയ ചൈനീസ് ആർക്കിടെക്ചർ പോലെ. ഇത് ആക്ച്വലി ഒരു അസംബ്ലി ഹാളാണ്. ഇവിടെ വെച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്, മാരേജ് ഒക്കെ നടത്താറുണ്ട്. ഇപ്പോൾ അകത്തൊരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേര് ചാൻ ഷേ ഷൂ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇപ്പോൾ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറെ ഇതിനകത്തല്ലെങ്കിൽ ഇച്ചിരി എക്സിബിഷൻസ് ഒക്കെ നടത്താറുണ്ട്.
അസംബ്ലി ഹാളിന്റെ അടുത്ത് നിന്നപ്പോൾ തന്നെ നമുക്ക് മെർഡക്ക ടവർ നന്നായിട്ട് കാണാമായിരുന്നു. ഇതിപ്പോ മെർഡക്കയിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ്. പുറയിൽ കാണാൻ പറ്റും ഏറ്റവും ഭംഗിയായിട്ട് മെർഡക്ക ടവർ ഉണ്ട്. ഇത് വേറൊരു വഴിയാണ്, ആക്ച്വലി 2-3 വഴിയുണ്ട് മെർഡക്കയിലേക്ക് എത്താനായിട്ട്. ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൽ നിന്ന് വാങ്ങി കരിക്കുന്നതാണ് 4 റിങ്കറ്റ്. 4 റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപ അടിച്ച സ്ട്രീറ്റ് കാണാനായിട്ട്. നൈറ്റിലാണ് കുറച്ചുകൂടി ഇവിടെ സൈക്കിളൊക്കെ വെച്ചിരിക്കുന്നത് ഡെക്കറേറ്റ് ചെയ്ത് സ്ട്രീറ്റാണ്. അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കോലാലംപൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചൈന ടൗൺ ആണ്. ചൈന ടൗൺ പെറ്റ്ലിംഗ്, ജലാൻ പെറ്റ്ലിംഗിലാണ്. ശരിക്കും സ്ട്രീറ്റ് എത്തിയിട്ടില്ല. ഇത് ആക്ച്വലി കുറച്ച് റെസ്റ്റോറന്റുകളൊക്കെയാണ്, ഒരു പ്രോപ്പർ ആയിട്ട് റെസ്റ്റോറന്റുകളൊക്കെയാണ്. സ്ട്രീറ്റ് ഫുഡും ഇതൊക്കെ കിട്ടുന്നത് കുറച്ച് ഉള്ളിലേക്കാണ്. പുറകിൽ കാണാൻ പറ്റും, പുറകിൽ ആ ഒരു ആർച്ച് കാണാൻ പറ്റും. അതിനകത്ത് ജലാൻ പെറ്റ്ലിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ കടകളുണ്ട്, പക്ഷെ അതല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ആക്ച്വലി നൈറ്റിലാണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക. മോർണിംഗ് ആക്റ്റീവ് ആണ്. മോർണിംഗ് നമുക്ക് ഷോപ്പിംഗ് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ലൈറ്റും പിന്നെ അവർ ആ ഒരു ലാൻഡേൺസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നൈറ്റ് വന്നു കഴിഞ്ഞാലേ കൊള്ളാം. അപ്പൊ പുറകിൽ കാണാൻ ഇതാണ് ജലാൻ പെറ്റ്ലിംഗ് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ പിന്നെ കടകളെക്കാൾ കൂടുതൽ സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെയാണ്. ചൈന ടൗണിന്റെ ഷോപ്പിംഗ് ഏരിയ എന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാനുള്ളത് ഒരു വലിയൊരു ടെമ്പിൾ ആണ്. പഴയ ഓൾഡ് ടാവോയിസ്റ്റ് ടെമ്പിൾ ആണ്. ഇവിടെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗ്വാൻഡി ടെമ്പിൾ എന്നാണ് അതിന്റെ പേര്. മെയിൻ റോഡിനടുത്ത് തന്നെയാണ്. ഇതാണ് നമ്മുടെ ടെമ്പിൾ. പഴയ ചൈനീസ് ഓൾഡ് ടാവോയിസ്റ്റ് ടെമ്പിൾ ആണ്. എന്തായാലും അത് കയറി നോക്കാം. ഗ്വാൻഡി ടെമ്പിൾ അല്ലാതെ ചൈന ടൗണിൽ തന്നെയുള്ള മറ്റൊരു ടെമ്പിളാണ് ഈ പുറയിൽ കാണുന്നത്. സിൻസേസിയ എന്ന് പറയുന്ന ഒരു ടെമ്പിളാണ്. നമ്മൾ അവിടെ കണ്ട അതേ റിച്വൽസ് ഒക്കെ തന്നെയാണ് ആളുകൾ. കുറച്ചുകൂടെ എനിക്കൊന്ന് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. സ്പേസ് കുറവാണ്, പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണെങ്കിൽ കൂടി അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടുതൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇന്നലെ താമസിച്ച ഏരിയയാണ് സെൻട്രൽ മാർക്കറ്റ്. രാവിലെ നമ്മൾ കണ്ടാണ് ഇവിടെ ഒന്നും ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും ഒബ്വിയസ്ലി നല്ല ഒരു സമയം ഇപ്പൊ ഏതാണ്ട് 2 മണി ആകാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയാകാൻ പോവുകയാണ്. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. എന്തായാലും ഇതിനകത്ത് കയറി ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകും. ഇതാണ് ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ്. പുറകിൽ എഴുതിയിട്ടുണ്ട് സെൻട്രൽ മാർക്കറ്റ്, ബസർ സേന എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അകത്ത് കയറാം. സെൻട്രൽ മാർക്കറ്റ് എന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ലോക്കൽ മാർക്കറ്റ് ആയിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ മാള്, നമ്മുടെ അവിടത്തേക്ക് ഒരു ചെറിയ മാളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടത്തെ മാളുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. ബാക്കി മാളുകൾ വെച്ച് നോക്കുമ്പോൾ സൈഡിലാണെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടെ ഒരു റേറ്റ് കുറച്ച് നമുക്ക് ഷോപ്പായിട്ടില്ല, ഇങ്ങനെ വെച്ചിട്ടാണ്. ഇതിനകത്ത് ഫുഡുണ്ട്, ഇതെല്ലാം ഡ്രസ്സുണ്ട്, അങ്ങനെ പല ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റും. നേരത്തെ ബെർലിംഗ് സ്ട്രീറ്റ് കണ്ടതുപോലെ തന്നെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ കസ്തൂരി വാക്കം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇവിടുത്തെ ചെറിയൊരു ലോക്കൽ ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ചെറിയൊരു വാക്ക് വേയാണ്, വളരെ ചെറിയൊരു വാക്ക് വേണം. ഇത് ആക്ച്വലി 2 റോഡുകളാണ്. ആ മെയിൻ റോഡിൽ നിന്ന് ഇവിടുത്തെ ആ ഒരു മെയിൻ റോഡ്, അതിനിടയിലുള്ള ഒരു കൊറൈഡറാണ്. അതിനവർ എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമാക്കി മാറ്റിയതാവാനാണ് സാധ്യത. എന്തായാലും അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സെൻട്രൽ മാർക്കറ്റിന് തൊട്ട് ചേർന്നിട്ട് തന്നെയാണുള്ള ഒരു കസ്തൂരി വാക്ക് വേണം. അടുത്ത് തന്നെ വെച്ചിട്ടുള്ള ഒരു സ്കൾപ്ചർ, ആക്ച്വലി മെറ്റൽ സ്കൾപ്ചറാണ്. ടാങ്കുലിന്റെ മെറ്റൽ സ്കൾപ്ചറാണ്. ഇതിവിടെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ്. ഇത് തന്നെയുള്ള മറ്റൊന്നാണ് പെയിന്റഡ് ടെറാപ്പിൻ എന്ന് പറയുന്ന മറ്റൊരു സ്കൾപ്ചർ. ഇത് ആക്ച്വലി നമ്മുടെ ടർട്ടിൽ തന്നെയാണ്, ഫ്രഷ് വാട്ടർ ടർട്ടിലാണ്. പക്ഷെ ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഒരു സംഭവമാണ്. സെൻട്രൽ മാർക്കറ്റ് ഏരിയയുടെ അടുത്തുള്ള മറ്റൊരു സ്ട്രീറ്റ് ആണ്. ഇത് ഓൾഡ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ബിൽഡിങ്സ് കണ്ടു കഴിഞ്ഞാലും അറിയാൻ പറ്റും കുറച്ച് കൊളോണിയൽ സ്റ്റൈലുള്ള. ഇതിനകത്ത് കൊളോണിയൽ ഹെറിറ്റേജ് വാസം ഒരു പറയാറുണ്ട്. ഇവിടെ ഇപ്പം നിലവിൽ അതൊരു പാർക്ക് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ ആ ഒരു ക്ലോക്ക് നമുക്കിവിടെ കാണാം. ക്ലോക്ക് ടവർ എന്നാണ് അതിനെ പറയുന്നത്. ക്ലോക്ക് ടവർ കാണാൻ പറ്റും. പിന്നെ ഫൗണ്ടനുണ്ട്. ഫൗണ്ടൻ രാത്രി ആയിരിക്കും മേ ബി ഇത് അതിനകത്ത് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ആ പോകുന്ന വഴിയിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമല്ല, അത് കാര്യമായിട്ടൊന്നുമില്ല. സ്വിങ്ങുണ്ട് കുട്ടികൾക്കൊന്നും ഇരിക്കാനായിട്ടുള്ള ചെയർ. അത് നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റും. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എവിടെ പോയാലും ഇരിക്കാനുള്ള ചെയർ കാണാൻ പറ്റും. കാര്യം ഈ ഒരു ഏരിയയിലെല്ലാം കൂടുതൽ എക്സ്പ്ലോറിൽ നടന്നാണ്. നമുക്ക് അങ്ങനെ കാര്യമായിട്ട് വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. ഈ പോകുന്ന വഴിയിലുള്ള എന്തെങ്കിലും കാണാനുണ്ടോ അപ്പം ഇരിക്കാനുള്ള ഇത് വേണം.
ഇവിടെ ഇതുപോലത്തെ വലിയതായിട്ടൊന്നും അല്ല, ഷെയറായിട്ടൊന്നുമല്ല, ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ റോഡ് കയറി വരുമ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത്, നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഏത് റൂട്ടിലാണെന്നുള്ള കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ നദി ഒഴുകുന്ന ഒരു റിവർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു മെയിൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് റിവർ ഓഫ് ലൈഫ്. മീദാൻ പസർ എന്ന് പറയുന്നത് ഓൾഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓൾഡ് മാർക്കറ്റാണ്. അപ്പൊ അത് കാണിക്കുന്ന ഒരു മ്യൂറൽ പെയിന്റിംഗ് ആണത്. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് റിവർ ഓഫ് ലൈഫ്. ഇന്ന് ഇവിടെ ഒരു ഷോ രാത്രി ഉണ്ടെന്ന് തോന്നുന്നു. മുമ്പിൽ കാണുന്നതാണ് സുൽത്താൻ അബ്ദുൽ സമദ് മോസ്ക് എന്ന് പറയുന്നത്. ഇതിനടുത്ത് തന്നെ ഒരു ബ്ലൂ പോണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. ഈ രണ്ട് നദികൾ ഒന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. കോലംബീനു എന്നാണ് പറയുന്നത്. അത് രാത്രിയാണ് കുറച്ച് ഭംഗിയെന്ന് ഞാൻ അവിടെ കണ്ടായിരുന്നു. ആ റിവർ ഓഫ് ലൈഫിന്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ കാണുന്നതാണ് ഇവിടെ വലിയൊരു സ്പോട്ട് ഏരിയയാണ്. തുടങ്ങുന്നില്ല, രാത്രിയിലത്തേക്ക് വേണ്ടി കുറച്ചുകൂടെ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റും. കുറച്ചുകൂടെ അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു. മറ്റേ സ്ഥലവും കണ്ടതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു. ഇതൊരു മെട്രോ സ്റ്റേഷനും കൂടിയാണ്. മെട്രോ സ്റ്റേഷന്റെ ആ ഒരു സൈഡാണ്. അവിടെയാണ് മെയിൻ റോഡ് കയറിയിട്ടുള്ളത്. മെയിൻ റോഡ് സുൽത്താൻ അബ്ദുൽ സമദ് മോസ്കിന്റെ ഉൾവശം നല്ല ഭംഗിയുള്ള ഒരു മോസ്കാണ്. ശരിക്കും ഇതിന്റെ ആ ഒരു ആർക്കിടെക്ചറിന്റെ ആ ഒരു ഭംഗി അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ നിന്ന ആ ഒരു ദൂരെ നിന്നുള്ള കാഴ്ച കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റും. ഇത് നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു മോസ്കാണ്. ഈ ഒരു നേരത്തെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിൽ പിന്നെ ഗ്ലാസ് ഇട്ടിട്ടുള്ള ആ ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഒരുപാട് പേർക്ക് ഒത്തിരി സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പള്ളിയാണ്. പള്ളിയിൽ ആ ഒരു ഡോമൊക്കെ നമ്മൾ കുറച്ച് ദൂരേക്ക് മാറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു അകത്തെ മെയിൻ ഹാൾ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ അതൊരു വേറൊരു പ്രെയർ സെന്റർ ഉണ്ട്. പക്ഷെ ഇതല്ലാതെ എല്ലാവരും ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മെയിൻ പ്രെയർ ഹാൾ ഈ കാണുന്നതാണ്. മസ്ജിദ് ഏരിയയുടെ മസ്ജിദ് ജാമയ്ക്കിന്റെ പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത്. പുറത്ത് നമുക്ക് ഇതുപോലത്തെ പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മഴയൊന്നും അറിയുന്നില്ല. നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ. ഇതൊരു ഫൗണ്ടനാണ്. രാത്രി ചിലപ്പോൾ ഓണാക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ലൊരു പ്രത്യേക സുഖമാണ്. പള്ളിയുടെ ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് ആ റോഡ് ഇറങ്ങി കുറച്ചു ദൂരം മുമ്പോട്ടേക്ക് വരുന്ന സമയത്ത് കാണുന്നതാണ് നമുക്ക് ഈ സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് ആണ്. മറ്റേ സുൽത്താൻ അബ്ദുൽ സമദ് മോസ്ക് ആണ്. സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് പണ്ടത്തെ ബ്രിട്ടീഷുകാരോട് പിടിച്ച സമയത്ത് അവരുടെ ആ ഒരു കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇപ്പോ നിലവിൽ ഇത് ഇവിടുത്തെ കുറെ മിനിസ്ട്രീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഈ ഒരു വാക്ക് വേ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊള്ളാം. ഇങ്ങനത്തെ ഒരു ആർച്ച് ചെയ്തിട്ടുള്ള ഒരു വാക്ക് വേ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന ആ ഒരു താഴത്തെ വാക്ക് വേ കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ ആ ഒരു പ്ലാൻ നദിയുടെ പുറകെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു രണ്ട് മെയിൻ റോഡുകളാണ്. ഇതൊരു മെയിൻ റോഡാണ്. ഇത് പിന്നെ നമ്മുടെ പള്ളിയാണ്. പള്ളി ഇരിക്കുന്ന ഒരു മെയിൻ റോഡാണ്. ഇത് രണ്ടും അവിടെ കണക്ട് ചെയ്യുന്ന ആ ഒരു സംഭവമാണ്. എല്ലായിടത്തും ഇങ്ങനെയുള്ള കണക്ഷൻ റോഡുകൾ ഒന്നെങ്കിലും ഫുഡ് സ്ട്രീറ്റോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വാക്ക് വേ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഞാനിപ്പോ നടന്ന സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. സൈഡിൽ കാണുന്നതാണ്. ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഓഫീസാണ്. മിനിസ്ട്രിയുടെ ആ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെയാണ്. പക്ഷെ ഇപ്പോഴും ഇവിടെ അങ്ങനെ ആളുകൾക്ക് വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ അബ്ദുൽ സമദ് ബിൽഡിംഗ്. ഞാനിപ്പോ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്ന ഒരു നോൺ ഏരിയയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള അത്യാവശ്യം എല്ലാ ബിൽഡിംഗ് കാണാൻ പറ്റും. ഈ പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ്സ് എല്ലാം കാണാൻ പറ്റും. ഉദാഹരണത്തിന്റെ പുറകിൽ കാണുന്നത് മെദ്രക്ക ടവറാണ്. അത് നമുക്ക് കാണാൻ പറ്റും. അബ്ദുൽ സമദ് ബിൽഡിംഗ് കാണാൻ പറ്റും. അബ്ദുൽ സമദ് ആ ഒരു മോസ്കിന്റെ തൊട്ടപ്പുറത്താണ്. അതിന്റെയും ചില ആ ഒരു ഡോമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് മലേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫ്ലാഗ് പോസ്റ്റ് ആണ്. കാണാൻ പറ്റും. ആ ഒരു ഫ്ലാഗ് പറക്കുന്നത് അത് പോസ്റ്റിന്റെ ആ ഒരു ബിൽഡിംഗ് ആണ്. മഴ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒന്നും അധികം ആളില്ലാത്ത. എല്ലാവരും പോയി. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ നല്ലൊരു പാർക്കാണ്. ഒരുപാട് പേര് വന്നിരിക്കുന്നതാണ്. ഇപ്പൊ ആരുമില്ല. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കാർമേഘം നല്ല രീതിയിൽ മൂടി വരുന്നുണ്ട്. ഞാനിപ്പം KLCC എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനൊക്കെ എത്തിയിട്ട്, പക്ഷേ മെട്രോ സ്റ്റേഷൻ ആണെങ്കിൽ മെട്രോ സ്റ്റേഷനകത്ത് തന്നെ 2 മാളുണ്ട്. ഇപ്പൊ അതിൽ ഒരു മാളാണ്. അപ്പം മെട്രോ സ്റ്റേഷനകത്ത് തന്നെ നമുക്ക് 2 വേ എക്സിറ്റ് ഉണ്ട്. ഒരു എക്സിറ്റ് ഈ ഒരു മാളിലേക്ക്, മറ്റൊരു എക്സിറ്റ് വേറൊരു മാളിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് അല്ലാതെ പുറത്തേക്ക് പോകാൻ പറ്റും. ഞാൻ ഇനി പോകുന്നത് പെട്രോസ് ടവറിലേക്കാണ്.
മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 300 മീറ്റർ മാത്രമേ അങ്ങോട്ടേക്കുള്ളൂ. KMCC മെട്രോ സ്റ്റേഷനിനകത്ത് പുറത്തിറങ്ങി ജസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടെ ആ ഒരു മെട്രോ സ്റ്റേഷൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള മാള്. അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ അവിടെ ജസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നതാണ് പക്ഷേ പോകുന്ന വഴി കുറച്ച് ദൂരം കറങ്ങിയാണ് പോകേണ്ടത്. അങ്ങനെ ഞാൻ നടന്ന് പെട്രോസ് ഇന്റർവേഴ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പുറകിലത്തെ ആ ബോർഡ് വായിക്കാൻ പറ്റും. പെട്രോസ് ഇന്റർവേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ തൊട്ട് ബാക്കിലുള്ള ആ ഒരു ബിൽഡിംഗ് ആണ് പെട്രോസ് ഇന്റർവേഴ്സ്. അപ്പുറം സൈഡിൽ നിന്ന് നമ്മൾ ഒരു ടവർ മാത്രമേ കണ്ടുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഒരെണ്ണം പോലെ തോന്നിയതാണ്. ഇവിടെ നിന്നപ്പോഴേ ഇവിടെ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ഇന്റർവേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്യാമറയിൽ കിട്ടില്ല എന്തായാലും. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ രണ്ട് ടവേഴ്സും തമ്മിലുള്ള ആ ഒരു ലിങ്ക് ബ്രിഡ്ജ് കാണാൻ പറ്റും. ശരിക്കും ഇത് നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ മുഴുവൻ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും വലിയ വലിയ ബിൽഡിങ്സ് ആണ്. ഒത്തിരി വലിയ ബിൽഡിങ്സ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിലൊക്കെ അത്രയും ഹൈറ്റ് ഉള്ളതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇതിന്റെ ഹൈറ്റ് അതിനെയൊക്കെ അപേക്ഷിച്ച് ഒത്തിരി കൂടുതലായതുകൊണ്ട് നമുക്കിത് ഇപ്പോഴും വലിയൊരു സംഭവമായിട്ട് തോന്നുകയാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നല്ലൊരു ഫൗണ്ടൻ ഉണ്ട്. അവരുടെ പുറത്തുനിന്നുള്ള കാഴ്ച നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷെ എന്നാലും അകത്തോടൊന്ന് കയറി നോക്കാം. ഇതാണ് നമുക്ക് അകത്തേക്ക് ഇറങ്ങാൻ ഇതാണ് നമ്മുടെ പെട്രോസ് ട്വിൻ ടവറിന്റെ അകത്തെ കാഴ്ച. ഇതിൽ കാണുന്നത് ഇവിടുത്തെ ട്വിൻ ടവറിൽ ടവർ 1 ആണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാവരുടെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പം അതിന്റെ ഒരു മിഡിലുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ടവർ 2 ആണ്. ടവേഴ്സിന്റെ അവർ ഡിസ്പ്ലേ കുറച്ചൊക്കെ കുറെ എക്സിബിഷൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആ ട്വിൻ ടവേഴ്സിന്റെ ഒരു റെപ്ലിക്കയും നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തും തന്നെ നമുക്ക് ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ സോറിങ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ റെപ്ലിക്കാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഇതിനകത്ത് ഈ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതിന്റെ ഒരു ഹിസ്റ്ററി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ടവേഴ്സിന്റെ 2 ടവർ കൂടാതെ ഇതിന്റെ നടുക്കുള്ള ഏരിയയിൽ ഒരു മോൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സൂര്യ KLCC എന്ന് പറയുന്ന മോളാണ്. ഇതിനകത്തെല്ലാം പക്ക ബ്രാൻഡുകൾ മാത്രമുള്ള ഒരു മോളാണ്. ഇതിന്റെ മോളിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇത് ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് തോന്നുന്നില്ല. ഇത് ഇന്റർവേഴ്സിൽ ഓപ്പൺ ചെയ്ത് 1999-ലാണ്. അപ്പം ഇത്രയും വർഷമായി. അതുകൊണ്ട് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ പല മോളുകളും നമ്മൾ ഇതിനെക്കാളും കുറെ അഡ്വാൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ തന്നെയുള്ള പല മോളുകളും ഏറ്റവും ലേറ്റസ്റ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ട്. അത് കമ്പയർ ചെയ്യുന്ന പക്ഷേ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല. സമീപം 7 ഒരു ആ ടവർ നല്ല ഭംഗിയായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ആ ഒരു ഷെയ്ഡും കൂടെ ആയതുകൊണ്ട് തന്നെ അത് കാണാൻ നല്ലൊരു കോൺട്രാസ്റ്റ്, നല്ല ഭംഗിയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ട്വിൻ ടവേഴ്സിന്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ഫൗണ്ടൻ നടക്കാറുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ള ആളുകളെല്ലാം ഇരിക്കുന്നവർ നമുക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. കോലാലംപൂരിലെ ബുക്കിംഗ് ബിൻതാങ്ങിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കോലാലംപൂരിലെ ഏറ്റവും അടിപൊളി നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ 9 മണിയായി. ഇവിടെ രാവിലെ വരെ ഞാൻ നേരത്തെ താമസിച്ചിട്ടുണ്ടെങ്കിൽ 11 മണിയിലുണ്ടോ നൈറ്റ് ലൈഫ് ഉണ്ടെങ്കിൽ 11 പറയും. ഇവിടെ ഏതാണ്ട് രാവിലെ ഒരു 3 മണി 3:30 വരെയൊക്കെ തന്നെ ഇവിടെ ആ ഒരു നൈറ്റ് ലൈഫ് ഉണ്ടാവും. ഇതാണ് ഇവിടെ ബുക്കിംഗ് ബിൻതാങ്ങിലെ ഫുഡ് സ്ട്രീറ്റ്. ജലനാനോൾ ഫുഡ് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മുടെ കടകളും കൊണ്ട് റോഡിൽ തന്നെ ആളുകൾ ടെന്റ് ഉണ്ടാക്കി ടെന്റ് തന്നെ വേണമെന്നില്ല പറഞ്ഞാൽ തന്നെ ആളുകൾ ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു ഇതുപോലത്തെ ആ ഒരു വണ്ടി അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒത്തിരി നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കോലാലംപൂർ എന്ന് പറയുമ്പോൾ ഒത്തിരി മോളുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഷോപ്പുകളും ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു മോളാണ് കുറയ്ക്കുന്നത്. പവിലിയൻ ടവർ എന്നാണ് പറയുന്നത്. വലിയൊരു മോളാണ്. പെട്രോസൊക്കെ ഉള്ളതുപോലെ അത് അത്രത്തോളം കുറെ പഴയ ടവർ. പക്ഷേ ഇതങ്ങനെയില്ല. ഇത് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റുന്നതാണ്. അവരുടെ ഉൾവശം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. നിലകളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാം വളരെ പോപ്പുലർ ആയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ബ്രാൻഡഡ് ഐറ്റംസ് ആണെങ്കിൽ ഇവിടെ ബ്രാൻഡഡ് അല്ലാത്ത നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ബ്രാൻഡഡ് അല്ലാത്ത ലോക്കൽ ഐറ്റംസ്
ഒക്കെ ആയിട്ട് ഒരു ചെറിയ ചെറിയ ടെന്റ് പോലെ അടിച്ചിട്ട് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്.